ഹായ് ഫ്രണ്ട്സ്, KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് കാർത്തിക അവരുടെ സ്ഥാപനത്തിലാണുള്ളത്. അവിടെ ലാപ്ടോപ്പ് എടുത്തിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കിരണും കല്യാണും അവിടത്തേക്ക് വന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് അകത്തേക്ക് വരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാർത്തിക പറയാണ്, പിന്നെ നിങ്ങളകത്തോട്ട് വന്നില്ലെങ്കിൽ പിന്നെ ആരാ അകത്തേക്ക് വരിക, വാ. രണ്ടുപേരും നല്ല സന്തോഷത്തോടെ അകത്തേക്ക് കയറി. അപ്പോൾ കാർത്തിക പറയാണ്, വാ ഇരിക്ക്, താങ്ക്സ്. കിരൺ ചോദിക്കുകയാണ് കാർത്തികയോട്, ഞങ്ങൾ പറഞ്ഞ ആ പ്ലോട്ട് ഇഷ്ടപ്പെട്ടായിരുന്നോ? അതിൻ്റെ വിഷ്വൽ ഞാൻ അയച്ചു തന്നായിരുന്നല്ലോ. കണ്ടു. അതിനോട് ചേർന്ന് 2 വീടുകളുണ്ടല്ലോ. അവരെ അവിടെ നിന്ന് താമസം മാറി പോകാനിരിക്കുക. വില നമ്മൾ കുറച്ച് കൂടുതൽ കൊടുത്താൽ അവരത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിരൺ പറയാണ്. കാർത്തിക പറയാണ്, എന്നാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല, കൺസ്ട്രക്ഷൻ തുടങ്ങിക്കോ. പിന്നെ കല്യാണി പറയാണ്, ചേച്ചി പോയി കണ്ടിട്ട് ഫിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചേച്ചിയും കാണണം. സാവകാശം കാണാം. നമുക്ക് 3 പേർക്കും ഒന്നിച്ചു പോകാം. ഏതായാലും പ്ലോട്ടിപ്പോൾ കിരണിൻ്റെ മനസ്സിലുണ്ടല്ലോ. അതനുസരിച്ച് പ്ലാൻ വരച്ചോ. കല്യാണി ഇൻറ്റീരിയലും സെറ്റ് ചെയ്യണം. അഡ്വാൻസ് തന്നതുകൊണ്ട് ഞങ്ങൾ അതെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ ഐഡിയ വെച്ച് ചെയ്താൽ മതി. എനിക്കത് 100% തൃപ്തിയാണ്. പിന്നെ നോക്കി നടത്താൻ നല്ലൊരു സൂപ്പർവൈസർ കമ്പനി ഉള്ളപ്പോൾ നമ്മളൊന്നും പേടിക്കേണ്ട കാര്യവും ഇല്ല. ഈ കമ്പനി വളർന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തുന്നവർക്ക് സത്യസന്ധത വളരെ കൂടുതലായിരിക്കും. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. കൊടുക്കുന്ന പൈസ മുതലാവുമെന്ന് 100% ഉറപ്പാണ്. പിന്നെ നമുക്കിതിൻ്റെ പിന്നാലെ നടന്ന് തലവേദന എടുക്കേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിലെ നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചത്. നിങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു പ്ലോട്ട് കണ്ടെത്താൻ. ഏതാണ്ട് നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു 2-2.5 കിലോമീറ്റർ ദൂരത്തിൻ്റെ അകലെയല്ലേ ഉള്ളൂ. ഞാൻ പറയാണ്, അത്ര തന്നെ ഇല്ല അല്ലേ, നടക്കാവുന്ന ദൂരേ കാണുള്ളൂ. ഞാൻ പറയാണ് കാർത്തികയോട്, ഞങ്ങൾ രാവിലെ നടക്കാൻ ഇറങ്ങുന്ന വഴിയാ അതൊക്കെ. എന്നുവെച്ചാൽ വേണമെങ്കിൽ പ്രഭാത സവാരിയൊക്കെ ഒന്നിച്ചാവാം എന്നർത്ഥം. പിന്നെ കാർത്തിക പറയാണ്, ഇപ്പം ഞാൻ താമസിക്കുന്ന വീട് കുറച്ച് ദൂരെയാണ്. നേരത്തെ കിരണിനെയും കല്യാണിനെയും കണ്ടിരുന്നെങ്കിൽ അടുത്ത് തന്നെ ഒരു വാടക വീട് സെറ്റ് ചെയ്യാമായിരുന്നു. ഇനിയും അതിന് സമയമുണ്ട്. ഞങ്ങളുടെ വീടിനടുത്തൊക്കെ ഒരുപാട് വാടക വീട് ഒഴിഞ്ഞുകിടപ്പുണ്ട്, അതും നല്ല നല്ല വീടുകൾ. പിന്നെ കാർത്തിക മനസ്സിൽ ചിന്തിക്കുകയാണ്, പ്രകാശനും അമ്മയും മോനും ഒക്കെ അടുത്തുണ്ടാകുമ്പോൾ ഇപ്പം അത് പെട്ടെന്ന് വേണ്ട. തോന്നിട്ട് കാർത്തിക പറയാണ്, തൽക്കാലം അത് വേണ്ട. അപ്പം കിരൺ പറയാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ കല്യാണി, ഞങ്ങളുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഫുഡ് എപ്പോൾ വേണമെന്ന് പറഞ്ഞാലും വീട്ടിലെത്തിച്ചോളാം. അപ്പോൾ കാർത്തിക പറയാണ്, എന്തിനാ എത്തിക്കുന്നത്, ഞാൻ അങ്ങോട്ട് വന്ന് കഴിക്കാമല്ലോ, അതെപ്പോൾ വേണമെങ്കിലും ആകാം. പിന്നെ കിരൺ പറയാണ്, കാർത്തികയുടെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് ഇതുവരെ വരാൻ കഴിഞ്ഞിട്ടില്ല. കിരൺ പറയാണ്, സ്ഥലമൊക്കെ അറിയാം, ഒരു ദിവസം ഞങ്ങളങ്ങോട്ട് വരുന്നുണ്ട്. വരുമ്പോൾ വിളിച്ചിട്ട് വരണേ. നിങ്ങളൊരുക്കിയതുപോലെ സദ്യ ഒന്നും എനിക്കൊരുക്കാൻ പറ്റിയില്ലെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും തരണ്ടേ. കിരൺ നല്ല സന്തോഷത്തിലാണ്. എന്നിട്ട് പറയാണ്, ഉള്ളത് തന്നാൽ മതി. എന്നാൽ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ കാർത്തികയുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് പ്ലോട്ട് പോയി കാണാം. നാളെ തന്നെ പ്ലാൻ എത്തിക്കാം. പിന്നെ അതിലെന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ വിളിച്ച് പറഞ്ഞാൽ മതി. ശരി ശരി. മുരട് പുറത്ത് കാണുമല്ലോ. ഇനി ഇവർ പരസ്പരം കാണുമോ? കാണുന്നെങ്കിൽ കാണട്ടെ, എന്തായാലും കാണേണ്ടവരല്ലേ. പ്രകാശൻ പുറത്ത് വണ്ടിയിൽ തലചാരി എവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫ് അങ്ങോട്ടേക്ക് പോകുന്നത്. എന്നിട്ട് പ്രകാശൻ വിളിക്കുകയാണ്, ഹലോ, ഇവിടുത്തെ സ്റ്റാഫാണോ? അതെ. ഒരു ചായ എടുത്തുകൊണ്ട് വാ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. കട്ടൻ മതിയോ ചേട്ടാ? എന്തേ, പാലില്ലേ ഇവിടെ? ഇവിടെ ഇല്ലെങ്കിൽ വെളിയിൽ പോയി പാല് വാങ്ങിച്ചു കൊണ്ടുവന്ന് ചായ ഇട്ട് തരണം. ശരി 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 ചേട്ടാ. ചേട്ടാന്നോ? എൻ്റെ പഴയ സ്വഭാവമാണെങ്കിൽ ഇവിടെ നിർത്തി നിന്നെക്കൊണ്ട് സാറേ എന്ന് വിളിപ്പിച്ചിട്ടേ വിടുമായിരുന്നുള്ളൂ. ശരി സാർ. പ്രകാശൻ പത്രം എടുത്ത് വായിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നോക്കുമ്പോൾ ഇംഗ്ലീഷ് പത്രം. ഇംഗ്ലീഷെങ്കിൽ ഇംഗ്ലീഷ്, നമ്മൾ ഇംഗ്ലീഷ് പത്രമൊക്കെ വായിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചോട്ടെ. എൻ്റെ മോനൊന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് പത്രമല്ല, നോവൽ വായിക്കും. അപ്പോഴാണ് അവിടെ നിന്നും കല്യാണിയും കിരണും ഇറങ്ങി വരുന്നത്. പ്രകാശൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അവരിറങ്ങിയിട്ട് പോയി. പിന്നെ കാണിക്കുന്നത് മനുവിനെയും സരീവിനെയുമാണ്. സരീവിൻ്റെ ബർത്ത്ഡേ ആണ്. മനുവിനും സരീവിനും ഒക്കെ നല്ല സന്തോഷമാണ്. അവിടെ അമ്മയും അച്ഛനും വന്നു. അപ്പോൾ അമ്മ ഷാരി എന്തൊക്കെയോ കഴിഞ്ഞ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. കഴിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പേ നടന്ന സംഭവം, അതായത് കുട്ടിയെ മാറ്റുന്നതും കുട്ടിയെ അടുത്ത് മാറ്റി കിടത്തുന്നതും ഒക്കെയാണ്. മരിച്ചുപോയ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് ജീവനുള്ള കുഞ്ഞിനെ കിടത്തണമെന്ന്. അപ്പോൾ കുട്ടിയെ മാറ്റിയ അയാൾ പറയാണ്, അതും അന്യൻ്റെ കുഞ്ഞിനെ.
അതായത് അത് അന്യൻ്റെ കുഞ്ഞാണെന്ന് എനിക്കും ഡോക്ടർക്കും അകത്ത് കിടക്കുന്ന ആ നേഴ്സിനും മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുട്ടിയെ മാറ്റിയ രാഹുൽ പണ്ട് കുട്ടിയെ മാറ്റിയ കാര്യമാണ് അവർ ചിന്തിക്കുന്നത്. എന്നിട്ട് അവർ ചിന്തിക്കുകയാണ്, കഴിഞ്ഞ ബർത്ത്ഡേക്ക് എത്ര സന്തോഷത്തോടെ ഞാൻ എൻ്റെ മോളുടെ മുമ്പിൽ നിന്നത്. അന്ന് എൻ്റെ മാത്രം മോളായിരുന്നു. രാഹുൽ ചിന്തിക്കുന്നത് ഒരു കാര്യം, അതായത് എത്ര സന്തോഷത്തോടെ എൻ്റെ മോള് അവൻ്റെ കൂടെ നിൽക്കുന്നത്, കുറുക്കനാണ് അടുത്ത് നിൽക്കുന്നത് എന്നറിയാതെ. പിന്നെ സരയു പറയാണ്, മനുവേട്ട ഞാൻ തുടങ്ങട്ടെ. അവൾ കേക്ക് മുറിക്കാൻ തുടങ്ങുമ്പോഴാണ് രണ്ടുപേരും അവിടേക്ക് കയറി വന്നത്. അതായത് കല്യാണിയും സരയുവിൻ്റെ അമ്മയായ അശ്രീയുമാണ് കയറി വന്നത്. അപ്പോൾ സരയുവിന് ദേഷ്യം പിടിച്ചു. അപ്പോൾ ആ സമയത്ത് അവൾ ചോദിക്കുകയാണ്, എന്തിനാടി ഇവളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് കയറി വന്നത്? നിനക്കൊരു ഗിഫ്റ്റ് തരാനാ താരേണ്ടി വന്നത്. പ്രസൻറ്റോ? എന്ത് പ്രസൻറ്റ്? അപ്പോൾ അവൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. ഏയ് എടി എന്താ ഇത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ മനു പിടിച്ച് വെച്ചിട്ട് പറയാണ്, മോളു എന്താ ഇത്, അവരെന്തെങ്കിലും തരാനാണ് വന്നതെങ്കിൽ തന്നിട്ട് പോയിക്കോട്ടെ. അവളോ ഇവളെന്തിനാ എനിക്ക് സമ്മാനം തരണം? മനു മനസ്സിൽ കാണുകയാണ്, എന്തിനാണെന്ന് ഇവിടെ ചിലർക്കൊക്കെ അറിയാം. ഷാരിയോട് സരയു പറയാണ്, അമ്മേ ഇവള് കയറി വന്നത് കണ്ടാ? ഞാൻ അവളുടെ മോളാണെന്ന് നാട് നീളെ പറഞ്ഞു നടക്കുക. അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാ എനിക്ക് സമ്മാനങ്ങളുമായിട്ട് വന്നിട്ടുള്ളത്. എൻ്റെ എല്ലാ പിന്നിൽ ഇവളും ഇവളുടെ ഭർത്താവുക. തിരിച്ചുകൊണ്ട് പോടി ഇവളെ എന്ന് പറയാണ് കല്യാണിയോട്. അപ്പോൾ കല്യാണി കൈ ചൂണ്ടിയിട്ട് പറയാണ്, തൊട്ട് പോകരുത് ഇവരെ. അത് കേട്ടപ്പോൾ എല്ലാവരും പകച്ചുപോയി. എല്ലാവരും ഒരു വല്ലാത്ത രീതിയിൽ നോക്കുകയാണ് കല്യാണിയെ. അപ്പോൾ കല്യാണി പറയാണ്, അങ്ങനെ തൊട്ടു കഴിഞ്ഞാൽ നീ ഇനി ഒരുപാട് കരയേണ്ടി വരും. ഞാൻ എന്തിനാടി കരയേണ്ടത്? നിൻ്റെ അമ്മയെ പോലെ വഴിതെറ്റി നടക്കുന്നവരല്ല എൻ്റെ അമ്മ. എൻ്റെ അമ്മയ്ക്ക് നാട് നീളെ മക്കളുണ്ടാവും. പക്ഷെ അതുപോലെയല്ല എൻ്റെ അമ്മയുടെ കാര്യം. സരിയെ കാണിച്ചിട്ട് സരിയു പറയാണ്, ഈ നിൽക്കുന്ന എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒറ്റ മോളേ ഒരേ ഒരു മോള്. അങ്ങനെയുള്ള എന്നെ പുന്നരിച്ച് വളർത്തിയ എൻ്റെ ഈ അമ്മയുടെ മുമ്പിലേക്കാ നീ ഇവളെയും കൊണ്ട് വന്നിരിക്കുന്നേ. ഞാനാ ഇവളുടെ മകളെന്ന് പറഞ്ഞുകൊണ്ട്. ഷാരിയോട് പറയാണ്, അമ്മ എന്താ അമ്മ ഒന്നും മിണ്ടാത്തേ? കല്യാണി നീ ഇവളെയും വിളിച്ചുകൊണ്ട് പോ. ഷാരി പിന്നെ കല്യാണിയോട് ആക്ഷനായി കാണിച്ചു കൊടുക്കുകയാണ് വിളിച്ചു പോകാൻ വേണ്ടിയിട്ട്. താര കൊണ്ടുവന്ന ആ കവറ് താര കാണിക്കുകയാണ് ആക്ഷനിൽ, അതായത് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മനുവിന് മനസ്സിലായിട്ട് മനു പറയാണ്, താര ആൻറ്റി കൊണ്ടുവന്ന ആ ഗിഫ്റ്റ് മോളുവിന് തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോഴാണ് രാഹുൽ പറയുന്നത്, എന്തിനാ മോൾക്ക് കൊടുക്കുന്നത്? അവളും മോളും തമ്മിൽ എന്താ ബന്ധം? അത് കേട്ടപ്പോൾ സരയു പറയാണ്, അയലത്തിരുന്നിട്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കല്യാണിയോട്, നീയും നിൻ്റെ കെട്ടിയോനും. ഇനി അത് വേണ്ട, വിളിച്ചോണ്ട് പോടി ഇവളെ. കല്യാണി പറയാണ്, ഞാൻ പറഞ്ഞില്ല ആൻറ്റിയോട്, ഇതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഇപ്പം ഞാൻ ആൻറ്റിയായിട്ട് പോവുക. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ആൻറ്റിയായിട്ട് ഇവിടേക്ക് വരും, അധികാരത്തോടെ. ആ ദിവസത്തിനായി നീ കാത്തിരുന്നോ ആൻറ്റി എന്ന് പറഞ്ഞ് കല്യാണി അവരെയും കൂട്ടി പോകാൻ ഒരുങ്ങിയവയാണ് സരയു വീണ്ടും പറയുന്നത്, നിൽക്കടി അവിടെ, അല്ലെങ്കിൽ നാളെ ഞാൻ എൻ്റെ മനുവേട്ടനൊപ്പം അമേരിക്കയിലേക്ക് പോകും. എന്നുവെച്ചാൽ ഈ നാട്ടിലെ എൻ്റെ അവസാനത്തെ ബർത്ത്ഡേ ആണ് ഇത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ ദുർമുഖം കാണാൻ പിന്നെ ഈ നാട്ടിലേക്ക് ഞങ്ങൾ വരില്ല. അതൊക്കെ പോയിട്ട് പോയി എന്ന് പറഞ്ഞാൽ മതി. അതിരിക്കാൻ എന്താടി, പോകുമെന്ന് പറഞ്ഞാൽ പോയിരിക്കും. ഞങ്ങൾ ഏതെങ്കിലും കാലത്ത് ഈ നാട്ടിൽ വരുവാണെങ്കിൽ അത് ഏതെങ്കിലും കമ്പനി കൺസ്ട്രക്ഷൻ ചെയ്ത് പടുത്തുയർത്തിയിട്ടായിരിക്കും. ആയിക്കോട്ടെ, നിൻ്റെ മോഹങ്ങളെല്ലാം നടക്കട്ടെ. നിൻ്റെ ഭാവി എന്താണെന്ന് ഞങ്ങളൊക്കെ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളൊന്നും പറയാത്തത്. കല്യാണി വിരൽ ചൂണ്ടിയിട്ട് പറയാണ്, നിൻ്റെ കൂടെ തന്നെയുണ്ട് നിൻ്റെ ദുരന്തം. അതായത് മനുവാണ് ഉദ്ദേശിക്കുന്നത്. അത് നീ അറിയുന്നില്ല എന്ന് മാത്രം. വാ ആൻറ്റി. ആരോ ഒന്നുകൂടി സരയുവിനെ നോക്കിയിട്ട് കരയൊക്കെ ചെയ്തിട്ട് പോവാണ്. പോയി കഴിഞ്ഞപ്പോൾ സരയു പറയാണ്, അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അപ്പം മനു, മോള് വെറുതെ അതിൻ്റെ അർത്ഥം വ്യാപ്തി ഒന്നും അളക്കണ്ട. കല്യാണി അവളുടെ ഭർത്താവ് ജയിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പലതും പറഞ്ഞു നിൽക്കും. ഇതിലൊന്നും ഒരു കഥയും ഇല്ല. എന്നാലും അവൾക്ക് സമ്മാനമായിട്ട് വരാൻ തോന്നിയല്ലോ. എന്നിട്ട് പോട്ടെ മോളെ, അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അമ്മയുടെ ഈ നിസ്സംഗതയാ എനിക്ക് മനസ്സിലാവാത്തത്. അല്ലെങ്കിൽ എന്നേക്കാൾ തിളപ്പോടെയായിരുന്നല്ലോ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നത്. മോളെ, കല്യാണിയും താരയും എന്തെങ്കിലും ചെയ്താൽ അത് ചോദിക്കാൻ വരുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും. ആ സേനൻ്റെ സ്വഭാവം അറിയാലോ. അയാൾ വേണമെങ്കിൽ വീട്ടിൽ കയറി വന്ന് നമ്മളെ തല്ലും. അതുകൊണ്ട് നമ്മളെ പൊടിക്ക് ഒതുങ്ങുന്നതാണ് നല്ലത്. നല്ലൊരു കാര്യം നടക്കുമ്പോൾ അപശകുനങ്ങളാണ് കയറി വരുന്നത്. അവൾ മനുവിനോട് പറയാണ്, മനുവേട്ടാ, ഈ നാട്ടിൽ നിന്ന് പോവാതെ എനിക്കൊരു സ്വസ്ഥത കിട്ടില്ല. അത് പറഞ്ഞത് നടക്കുമല്ലോ. അടുത്ത ബർത്ത്ഡേക്ക് നമ്മളിവിടെ കാണില്ലല്ലോ. രാഹുൽ മനസ്സിൽ കാണുകയാണ് മനുവിനെ കൊണ്ട്. നീ പോവും എൻ്റെ മോളെയും കൊണ്ട് ഉഗാണ്ടയിലേക്ക്. കല്യാണിയും താരയും തിരിച്ചു വരുന്നത് കണ്ടിട്ട് കിരൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്,
രണ്ടുപേരും പോയിട്ട് എന്തായി? ആൻറ്റിയുടെ മുഖത്ത് കരഞ്ഞ ലക്ഷണമുണ്ടല്ലോ. അങ്ങോട്ട് പോയതിന് ശേഷം ചിരിച്ച മുഖത്തോടെ ആൻറ്റി ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ആൻറ്റി കൊടുത്ത പ്രസൻറ്റേഷൻ അവൾ സ്വീകരിച്ചില്ല. ഞാനുള്ളത് കൊണ്ട് അവളുടെ അമ്മ കുറച്ച് അടങ്ങിയിരിക്കുകയായിരുന്നു. എന്നാ അവൾ പൊട്ടിത്തെറിച്ചു. ആൻറ്റിക്കിപ്പം മാല അവൾക്ക് കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. അവളുടെ കഴുത്തിലിടാൻ മാല ആൻറ്റി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കഴുത്തിൽ ഉറപ്പായിട്ടും ഇട്ടിരിക്കും. അപ്പോൾ അവർ ആക്ഷനായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, അതിന് പറ്റുമോന്നോ? ആൻറ്റി നോക്കിക്കോ, ആൻറ്റിയുടെ മുന്നിലേക്ക് അവൾ ആ മാലയിട്ടുകൊണ്ട് വന്നിരിക്കും. അത് വേണം കിരണേട്ടാ. അത്രത്തോളം പാവം ആൻറ്റി വിഷമിച്ചാണ് വന്നിരിക്കുന്നത്. ആൻറ്റി ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളില്ലേ കൂട്ടിന്. സ്വന്തം മോളാണെങ്കിലും അവളെപ്പോലൊരു പെണ്ണിൻ്റെ അമ്മയാവാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. നന്മയില്ലാത്ത അച്ഛനും അമ്മയാ അവളെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ 10 മടങ്ങ് മോശ സ്വഭാവം അവൾക്കുള്ളത്. അങ്ങനെയുള്ളവൾ ഈ ജന്മം ആൻറ്റിയെ അമ്മയായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല. സാധാരണ മക്കൾ സ്വന്തം അമ്മയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സിമ്പതി എങ്കിലും കാണിക്കും. ഇവിടെ അതായിരിക്കില്ല ഉണ്ടാവുന്നത്. അവൾ കേൾക്കുന്ന കഥകൾ സത്യമാണെന്നറിഞ്ഞാൽ ഇങ്ങനെ ഒരമ്മ അവൾക്കില്ല എന്ന് ഉറപ്പിക്കാനായിട്ട് ആൻറ്റിയെ അവൾ കൊന്നെന്ന് പോലും വരും. അത് കേട്ട് താരയും കല്യാണിയും ഒരുപോലെ ഞെട്ടി. അതും പറഞ്ഞ് കിരൺ പോയി. ആ സമയത്ത് കല്യാണി പറയാണ്, അത് കിരണേട്ടൻ പറഞ്ഞത് 100% സത്യ. അതുകൊണ്ട് ആൻറ്റി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കയറി ചെല്ലണ്ട. പിന്നെ മനു പറയാണ് സരുവിനോട്, കേക്ക് മുറിക്കുമോളൂ. സരയു പിന്നെ കേക്ക് മുറിച്ചു. അതിൽ ഒരു കഷ്ണം എടുത്ത് മനുവിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. മനു തിരിച്ച് അവളുടെ വായിലും വെച്ച് കൊടുത്തു. പിന്നെ അച്ഛനും അമ്മയ്ക്കും അവൾ കൊടുത്തു. അതിനുശേഷം അവരും അതുപോലെ തന്നെ അച്ഛനും അമ്മയും അവൾക്കും കൊടുത്തു. അപ്പോഴേക്കും ഷാരിക്ക് കരച്ചിൽ വന്നു. അപ്പോൾ സരയു ചോദിക്കുകയാണ്, അമ്മ എന്തിനാ കരയുന്നേ? ഒന്നുമില്ല മോളെ. മരുമോൻ്റെ ഒപ്പം മോളിങ്ങനെ നിന്നപ്പോൾ എൻ്റെ സന്തോഷം കൂടി. പിന്നെ മോളുടെ അച്ഛന് വട്ടായി പോയതാണ് എൻ്റെ ആകെയുള്ള സങ്കടം. അപ്പോൾ സരയു പറയാണ്, വട്ടായത് കൊണ്ട് ഇപ്പോൾ എന്താ പറ്റിയത്? താരയെന്ന് പറയുന്നവൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു വാക്ക് പോലും അച്ഛൻ മിണ്ടുന്നുണ്ടോ? അപ്പോൾ ഇടക്കേറി മനു പറയാണ്, ഒന്നും മിണ്ടാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ ഷാരിയുടെ മനസ്സിലേക്ക് ഓടിയത്, മരുമോനിനി എന്തെങ്കിലും അറിയാവോ ആവോ? അതൊന്നും അറിഞ്ഞു കാണത്തില്ല. മോള് പറഞ്ഞത് ശരിയാ, അമ്മയ്ക്കിനി എന്തോ സങ്കടങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാ. നേരത്ത് ഒറ്റയ്ക്ക് മാറി നിന്ന് എന്തോ ചിന്തിക്കുക. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മോളു. ഭർത്താവിൻ്റെ സമനില തെറ്റുമ്പോൾ ഏത് ഭാര്യക്കാണെങ്കിലും വിഷാദ രോഗം പിടിപെടും. അപ്പോഴാണ് രാഹുൽ പറയുന്നത്, ഈ വീട്ടിലിപ്പോൾ ആകെ നോർമലായിട്ടുള്ളത് ഞാൻ മാത്രമാണ്. അത് കേട്ട് മനുവും സരയും പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ചിരിക്കുന്നത്? പിന്നെ തമാശ കേട്ടാൽ ചിരിക്കണ്ടേ? ഈ വീട്ടിൽ നോർമൽ ഇയാൾ മാത്രമേ ഉള്ളൂ എന്ന് ഷാരി പറയാ. അത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയല്ല വരുന്നത്, തൻ്റെ കാരണത്തൊന്ന് പൊട്ടിക്കാനാ. പൊട്ടിക്കുന്നതിനേക്കാൾ വലിയ വലിയ വാക്കുകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൃദയം പിളർക്കുന്ന കാര്യങ്ങൾ. ഇതിലും നല്ലത് എൻ്റെ കാരണത്തടിക്കുകയല്ല, കൊല്ലുകയാ. അതിനും ഞാൻ മടിക്കില്ലടോ. അത്രയ്ക്ക് മടുത്താ ഞാൻ നടക്കുന്നത്. എന്നെക്കൊണ്ടത് ചെയ്യിക്കാതിരുന്നാൽ കൊള്ളാം. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇവിടെ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.